കേരളത്തിൽ ഈ ഇൻഡസ്ട്രിക്ക് എത്ര ഗ്രോത്ത് പ്രതീക്ഷിക്കാം? വിൽ ദാറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ our economy? അതായത് ഇവിടെ കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് കേരളത്തിൽ ജോലി സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന സ്റ്റുഡൻസ് പണ്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിന് വെളിയിലായിരുന്നു കൂടുതൽ ജോലി സാധ്യതകൾ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റുഡൻസ് കേരളത്തിന് വെളിയിലോ അല്ലെങ്കിൽ അബ്രോഡ് പോയി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ പല പ്രോജക്ട്സും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് അറിയാൻ വിഴിഞ്ഞത്ത് അദാനി പോർട്ട് വന്നു, അതുപോലെ തന്നെ കളമശ്ശേരിയിൽ അദാനി ലോജിസ്റ്റിക്സ് പാർക്ക് വരുന്നു. അങ്ങനെയൊക്കെ വലിയ പ്രോജക്ട്സ് ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സോ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് പോർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ മദർ വെസൽസ് എടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് കൊളംബോയിലും അല്ലെങ്കിൽ സിംഗപ്പൂരും വന്നിരുന്ന ബിസിനസ് നമുക്കിനി ഇവിടെ വിഴിഞ്ഞത്തിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ പല ഷിപ്പിംഗ് കമ്പനീസും കേരളത്തിൽ അവരുടെ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇവിടെയെല്ലാം ജോലി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരിയിലാണ് നമുക്ക് അപ്കമിങ് ഒരു ലോജിസ്റ്റിക്സ് പാർക്ക്. 600 crore പ്രോജക്റ്റാണത്. 70 acres വരുന്ന ഒരു പ്രോജക്റ്റ്. അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 1500 ഡയറക്റ്റ് ജോബ് തന്നെയാണ് വരുന്നത്, ഇൻഡയറക്റ്റ് ജോബ്സ് വേറെ. അപ്പോൾ അതുപോലെ തന്നെ പലതരം ലോജിസ്റ്റിക്സ് പാർക്ക്, ബിക്കോസ് കേരളത്തിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലോജിസ്റ്റിക് പാർക്ക് പോളിസി അനുസരിച്ച് ചെറുതും വലുതുമായ ഒത്തിരി ലോജിസ്റ്റിക്സ് പാർക്സ് കേരളത്തിൽ വരുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കേരളത്തിന് നല്ലൊരു ഭാവിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.